ഞാനിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിരിക്കുന്നൊരു ഘട്ടത്തിലാണ്. ലുക്ക് ടെസ്റ്റും പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും വീഡിയോസ് കണ്ട് മനസ്സിലാക്കുകയും അവരുടെ ഫാമിലിയായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിപ്പറേഷൻ്റെ ഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നത് മലയാളത്തിന് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു ഈ പ്രോജക്റ്റ്. പക്ഷെ അതിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ പേര് ഇതിലേക്ക് വന്നു ചേരുന്നത്. സൈറ ബാനു ഒരു പോസ്റ്റ് വുമണാണ്. ഒരു സാധാരണക്കാരിയായിട്ടുള്ള വളരെ സൈറ ബാനുവിൻ്റേതായിട്ടുള്ള ചെറിയ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയാണ്, ഒരു പാവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതുമയുണ്ട്. ഈ പറഞ്ഞ പോലെ പോസ്റ്റ് വുമൺ എന്ന് പറയുമ്പോൾ എൻ്റേതായിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളും ഒക്കെ അതൊക്കെയുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ചാലഞ്ച് അല്ല എന്ന് വെച്ചാൽ അതിപ്പോൾ അന്നും തിരിച്ചു വരുന്നതിന് മുമ്പ് അന്നും ഒരു പക്ഷേ ഇന്നായിരിക്കും ഞാൻ കൂടുതൽ ആസ്വദിച്ച് അറിഞ്ഞ് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നതും ഒരു കഥാപാത്രം. അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും ചെയ്യും, നന്നായി എന്ന് പറഞ്ഞാൽ ഓക്കെ താങ്ക് യു. ഇപ്പോഴാണ് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ തുടക്കം മുതലൊരു അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും എല്ലാ ഭാഗങ്ങളിലും നമ്മളൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണം എന്ന് അതായത് നമ്മൾ ഒരു കഥയുടെ വികാസം തൊട്ട് എല്ലാ ഘട്ടങ്ങളിലും ഞാൻ ഇൻവോൾവ്ഡ് ആവാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു പക്ഷേ കൂടുതൽ അറിഞ്ഞ് നമുക്കൊരു കഥാപാത്രത്തിനെ അറിയാനും ഒക്കെ ഒരുപക്ഷെ വർഷങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ഒരു പക്വതയും നമ്മുടെ ഒരു അനുഭവവും ഒക്കെ അതിന് സഹായിച്ചിട്ടുണ്ടാവും. ചാലഞ്ച് എന്നതിനേക്കാളും ഞാൻ കൂടുതൽ ആസ്വദിച്ച് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചാലഞ്ച് എന്നുള്ളതാണ്, അതായത് നമ്മളിൽ ആളുകൾക്കുള്ള വിശ്വാസത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കെയർ ഓഫ് എന്ന് പറയുന്ന ഒരു പോസ്റ്റൽ അഡ്രസ്സ് എഴുതുന്നത് പോലെയാണ് സൈറ ബാനു. അപ്പം ഇത് തുടങ്ങുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സൈറ ബാനുവിൻ്റെ ജീവിതകഥയാണ്. അല്ലല്ല, സൈറ ബാനു ഒരു പാവം പോസ്റ്റ് വുമണാണ്. അങ്ങനെയുള്ള വിളികളെക്കുറിച്ചും അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് ആസ്വദിക്കുമ്പോൾ തന്നെ അതിനോട് ടാഗ് ചെയ്ത് വരുന്ന വലിയ ഉത്തരവാദിത്വം കൂടി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സിനിമകളെ തിരഞ്ഞെടുക്കുമ്പോഴും ഇപ്പോൾ ഒരു ചാലഞ്ച് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചാലഞ്ചും. അതായത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മോശം പറയിക്കാതെ അവരുടെ പ്രതീക്ഷയ്ക്ക് നീതി പുലർത്തുന്ന പോലെ നമ്മൾ തിരിച്ച് ഡെലിവറി ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ഉത്തരവാദിത്വം, വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ അത് സന്തോഷത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കുന്നതും കാണുന്നതും. ആൻ്റണി സോണി ആണ്, ഞാൻ സോണി എന്നാണ് വിളിക്കാറ്. സോണിയും ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന RJ ഷാനും ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ മുതലേ എനിക്ക് അവരെ അറിയാം. അതിനുശേഷം മൂന്നാം ഇടം എന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരുപാട് അംഗീകാരങ്ങൾ അവർക്ക് കിട്ടുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഇങ്ങനൊരു കഥ വന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് റോഷൻ ഇവരെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കഥ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഇതുണ്ടെങ്കിൽ തന്നെ ഈ കഥയിൽ ഞാൻ വല്ലാതെ ആകൃഷ്ടയായി. അത്രയും ഒരു പുതുമയെന്ന് പറയാം, അത്രയും റിയലിസ്റ്റിക് എന്ന് പറയാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ കഥയിലുള്ളത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ടേണുകളും, പക്ഷെ എല്ലാം ഉണ്ട്. നർമ്മം നിറഞ്ഞ മുഹൂർത്തങ്ങളുണ്ട്, ഫാമിലി ഡ്രാമയുണ്ട്, ഇതിൽ ചെന്ന് പെട്ടുപോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ ഒരു ഫൈറ്റോ അങ്ങനെ ഒരു സ്ട്രഗിളോ എല്ലാം കവർ ചെയ്യുന്നൊരു കഥയാണ് ഇത്. അപ്പോൾ ഇത് ഈ ഒരു 1.5 വർഷത്തിലധികമായി ഈ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് താമസം വരുമ്പോഴും മുടക്കം വരുമ്പോഴും ഒക്കെ ഞാൻ സോണിയോട് പറയുമായിരുന്നു, അതായത് സോണി വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് വേണമെങ്കിൽ ചെയ്തോളൂ, എന്നിട്ട് നമുക്കിത് അടുത്ത പ്രോജക്റ്റായിട്ട് സൈറ ബാനു എന്തായാലും ചെയ്യാം. പക്ഷെ അപ്പോഴൊക്കെ സോണി വളരെ കോൺസ്റ്റൻ്റായിട്ട് സോണിയുടെ ഒരു വാശിയായിരുന്നു. അതായത് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് സൈറ ബാനു തന്നെയായിരിക്കും. അപ്പോൾ സൈറ ബാനുവായിട്ട് ഞങ്ങൾക്ക് ചേച്ചിയല്ലാതെ വേറെ ആരും വേണ്ട, വേറൊന്നും ചിന്തിക്കുക തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഏകദേശം 1.5 വർഷത്തിലധികമായി. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, വളരെ നിശ്ചയദാർഢ്യത്തോടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത
അതെ, ആ സോണിയുടെ പാഷനും കോൺഫിഡൻസും ആ ഒരു മൊത്തം ടീമിൻ്റെ സോണിയുടെ കൂടെ. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് റഹീമാണ്, എഡിറ്റിംഗ് സാഗർ, മ്യൂസിക് മേജു ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഘടകങ്ങൾ ഇതിൽ എല്ലാം ഈ ഒരു ഇപ്പോഴത്തെ തലമുറയിലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, അതെ, ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള, ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിൽ. അതെ അതെ, അപ്പോൾ നമുക്കും ആ ഒരു എനർജി നമ്മളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സിനിമയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് അതേ എഫേർട്ടോടു കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് പ്രേക്ഷകർക്ക് ആണ് ചില സിനിമകൾ കൂടുതൽ ഇഷ്ടം, ചില സിനിമകളെക്കാൾ ഇഷ്ടമുള്ള സിനിമകൾ. എനിക്കെല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. കമല മാഡം നമ്മൾ ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ പോലെ ഞാനും സൂര്യപുത്രി എന്ന് പറഞ്ഞ സിനിമ ഉള്ളടക്കം ഇതൊക്കെ കണ്ടിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു മാസ്മരികതയിൽ ഇങ്ങനെ സ്വയം മറന്ന് എത്രയോ പ്രാവശ്യം തന്നെ ആ സിനിമ ആവർത്തിച്ച് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. എത്രയോ കാലം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷം എന്നും അന്ന് ഈ സിനിമകൾ കണ്ടത് മുതൽ ഞാൻ ആരാധിച്ചിരുന്ന ഒരു 3-4 നടിമാരുടെ ഇടയിൽ വളരെ പ്രധാനമായിരുന്നു അമല മാമിൻ്റെ സ്ഥാനം. ശേഷം ഈ ഒരു കഥ പറയാനായിട്ട് അമല മാമിൻ്റെ അടുത്ത് പോകുന്നു, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആലോചിച്ചാലോ എന്ന്. കാരണം അത്രയും ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് മാം ചെയ്തിരിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹീറോ കഥയാണ് ശരിക്കും. അതിലത്തെ ഏറ്റവും 3 തൂണുകളാണ്. ഇപ്പോൾ ഞാനും 3 കഥാപാത്രം, അതിലൊന്ന് ഞാനും, ഒന്ന് ഷെയ്നും, 3ാമത്തെ കഥാപാത്രം ആര് ചെയ്യും എന്നുള്ളൊരു ആലോചന അമല മാമിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. അപ്പോൾ എന്തായാലും കഥ പറഞ്ഞ് നോക്കാം. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു എന്നെ ഒന്നും അറിയുന്ന തന്നെ ഉണ്ടാവില്ല, അപ്പോൾ അത് പോട്ടെ, കഥ കേട്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിലും അഭിനയിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കഥ കേട്ടിട്ട് മാം ഒരു 2 ദിവസത്തിനുള്ളിൽ പറയാം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അമല ശരി സമ്മതിച്ചു നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മാമിൻ്റെ വിളിയും സമ്മതവും വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ബൂസ്റ്റ് തന്നൊരു യെസ് ആയിരുന്നു അത്. അത്രയും പ്രതീക്ഷയോടെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ആ അമല മാമിനെ പോലൊരു ആക്ടർ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയ്ക്കും ക്യാരക്ടറിനും ഉണ്ടാവുന്നൊരു ലിഫ്റ്റ് ഭയങ്കര, അത് ഈ സിനിമ കാണുമ്പോൾ തന്നെ രാജന് മനസ്സിലാവും. ഈ കഥയുടെ ശക്തിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. 25-ലധികം വർഷങ്ങൾക്ക് ശേഷം സൂര്യപുത്രി പോലെ അത്രയും ഒരു ഇംപ്രഷൻ പതിപ്പിച്ച ഒരു ക്യാരക്ടറിന് ശേഷം അമല മാം ഈ ഒരു കഥ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ കഥയിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു വിശ്വാസം. ഈ കഥയിൽ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, സമ്മതിക്കും എന്നുള്ളൊരു വിശ്വാസം എവിടെയോ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. സമയം കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പരിശീലനവും അതുപോലെ തന്നെ പെർഫോമൻസും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ദൈവം സഹായിച്ച് ഭംഗിയായിട്ട് പോകുന്നുണ്ട് എല്ലാം. നൃത്തത്തിലും കൂടുതൽ എന്തെങ്കിലും അത്, പക്ഷേ ഞാനിപ്പോൾ നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ നൃത്തത്തിന് സംഭാവന ചെയ്യാൻ മാത്രം ഒരു അറിവോ ഒരു അനുഭവമോ ഒരു അനുഭവ പരിചയമോ ഒക്കെ എനിക്ക് ഉണ്ടാവണം ആദ്യം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുകയും, അതെ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഷെയ്ൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കിസ്മത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നാച്ചുറൽ ആക്ടിങ്ങും സട്ടിൽ ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ന്യൂ ജനറേഷനിൽ എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. അതിൽ ഏറ്റവും നോട്ട് ചെയ്യപ്പെട്ട പലരിൽ ഒരാളാണ് ഷെയ്ൻ. അപ്പോൾ ഇതിലേക്ക് ഷെയ്നും ഞാനുമാണ് ഇതിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എനിക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർ ഒരു പ്രതിനിധിയാണ് ഷെയ്ൻ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അത് ഷെയ്ൻ എനിക്ക് തന്ന ഒരു കംഫർട്ട് ലെവലും എനിക്കും അതിനോടൊപ്പം തന്നെ നന്നാവണം എന്നുള്ളൊരു ബോധം എന്നിൽ ഉണ്ടാക്കാനും, അതെ, പിന്നെ ഏറ്റവും കഴിവുള്ളൊരു നടനാണ് ഷെയ്ൻ. നമ്മുടെ മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അബീക്കയുടെ മകനാണ്. അപ്പോൾ ആ ഒരു കഴിവും ഞാൻ ഇതിൽ ഒരുപാട് രസമുള്ള സീൻസ് ഉണ്ട്. സേറ ബാനുവും ജോഷുവ പീറ്ററും അമ്മയും മകനും തമ്മിലുള്ള അത്രയും അടുപ്പം ഉള്ള 2 പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ഒരു ബോണ്ടും ഒരു കെമിസ്ട്രിയും 2 പേരിൽ ഉണ്ടാവേണ്ടത് ഭയങ്കര പ്രധാനമായിരുന്നു. ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇടയിൽ പറയാതെ തന്നെ ആ ഒരു ബോണ്ട് അറിയാതെ ഫോം ചെയ്യുകയും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോ കാണുമ്പോൾ പോലും നിങ്ങൾ ചിരിക്കുന്നതിന് നല്ല സാമ്യമുണ്ടല്ലോ എന്ന് പോലും പലരും പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇഷ്ടവും ഒരു കംഫർട്ട് ലെവലും ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ട്രെയിലറിലും ടീസറിലും ഒക്കെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളെക്കുറിച്ച് പലരും എടുത്തു പറഞ്ഞു.
അപ്പോൾ ആ ഡബ് സ്മാഷും ഇനിയും ഇതിലും ഒരു കുറച്ച് ഡബ് സ്മാഷുകളുണ്ട് ഈ സിനിമയിൽ, അതിൽ ഒരെണ്ണം മാത്രമേ പുറത്തു വിടുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് നമുക്ക് നിർബന്ധിച്ചുണ്ടാക്കാനോ പറഞ്ഞ് കുത്തിത്തിരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അത് തന്നെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കും ഷെയ്ൻ എനിക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് മ്യൂച്വലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടുണ്ട്. അത് ഷെയ്നിനോട് ചോദിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.